ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊട്ടിയൂർ യാത്ര പോയ ഒരു വിശേഷത്തെക്കുറിച്ചാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെളുപ്പിനെ 2:30 എറണാകുളം സൗത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരാണ് ട്രെയിൻ കയറിയത്. നമ്മൾ 7:30 തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ റൂം എടുത്ത് ഫ്രഷായി ഞങ്ങൾ 9:30 കാപ്പിയുടിയും കഴിഞ്ഞ് കൊട്ടിയൂരിലേക്കുള്ള ബസ് കയറാനായിട്ട് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോൾ 10 മണിയോടുകൂടി ഞങ്ങൾക്ക് ബസ് കിട്ടി. ഏകദേശം ഒരു 2-2.25 മണിക്കൂർ എടുത്താണ് നമ്മൾ കൊട്ടിയൂരിലെത്തുന്നത്. 12:30 ഞങ്ങൾ കൊട്ടിയൂരിലെത്തി. ഞങ്ങൾ കുളിക്കാനുള്ള പുഴ അന്വേഷിച്ച് നടക്കുവാണ്. ഈ വോയിസ് കൊടുത്താക്കണേ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളാണ് ഇനി പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കൊട്ടിയൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അന്വേഷിച്ച് നടക്കു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. എവിടെ എത്തും എന്നറിയില്ല, എന്നാലും കണ്ടുപിടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കുളിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി. ചേട്ടൻ ആദ്യം കുളിച്ച് കയറി. ഇനി ഞങ്ങൾ കുളിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം നോക്കുമ്പോൾ കുറച്ച് വെള്ളമേ കാണുന്നുള്ളൂ. പക്ഷെ തെളിഞ്ഞ വെള്ളമായിരുന്നു. മറ്റുള്ള സ്ഥലത്തൊക്കെ കലങ്ങി മറിഞ്ഞ വെള്ളമായിരുന്നു കിടന്നു. ഇങ്ങോട്ട് കുറച്ച് മാറിയാണ് കണ്ടെത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ മുങ്ങി കുളിക്കാനുള്ള വെള്ളമൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ അപ്പം ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെയൊക്കെ പാറയുണ്ട്, എല്ലായിടത്തും അടിച്ചേട്ട് വീഴുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും വകവയ്ക്കാതെ ചുറ്റും നോക്കി. പാറ ഇങ്ങനെ കൂടി കിടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴിയാണ് ഞാൻ കാണുന്നത്. ആ കുഴി എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാകാം. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് ഈ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനൊടുത്ത് തൊഴണോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാകാം ആ പാറ ഇടുക്കിൽ ആ കുഴി എനിക്ക് കാണപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വിശ്വാസമാണ് അത്. എല്ലാവർക്കും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തന്നെ മുങ്ങിക്കുളിക്കാനായിട്ടൊരു സ്ഥലം തന്നു എന്നുള്ളതാണ്. അവിടെ ഞാൻ മുങ്ങിക്കുളിച്ചു. ഞങ്ങൾ 3 പേരും മുങ്ങിക്കുളിച്ച് കല്ലെടുത്ത് ഉരച്ചു. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അവിടെ മുങ്ങിക്കുളിച്ച് കല്ലെടുത്ത് ഉരച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഭസ്മം വെച്ച് അന്നേരം എന്താണെങ്കിലും നെറ്റിയിൽ തൊട്ട് നമ്മൾ അമ്പലത്തിൽ കയറണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അതുപോലെ ഞങ്ങൾ കല്ലെടുത്ത് ഉരച്ച് എനിക്ക് കിട്ടിയത് ഭസ്മം, ചേട്ടൻ്റെ മോൾക്ക് കിട്ടിയത് ഭസ്മം, എൻ്റെ മോൾക്ക് കിട്ടിയത് ചന്ദനം. ഇത് ഞങ്ങൾ നെറ്റിയിൽ തൊട്ട് അമ്പലത്തിലേക്ക് യാത്രയായി. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മൾ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കാതെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലേക്ക് അമ്പലത്തിലേക്ക് നടക്കുവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുതിറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ അവർ അനുവദിക്കുന്നതല്ല. മൊബൈല് കൊണ്ടുപോകാം, പക്ഷെ നമ്മളവിടെ ഉപയോഗിക്കരുത്. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നാണ് തൊഴുത്. അതിനേക്കാളും കൂടുതൽ സമയമൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടും തൊഴുതിറങ്ങാൻ പറ്റാതെ ക്യൂവിൽപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഞങ്ങൾ കരുതുന്നു. 2.5 മണിക്കൂറോളം ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നുള്ളൂ. നല്ലോണം തൊഴാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റി. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് നല്ലോണമൊക്കെ തൊഴാനൊക്കെ പറ്റി. അപ്പോൾ അവിടുത്തെ എന്ത് വഴിപാടാന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഭക്തൻ അരയിൽ പട്ടൊക്കെ ചുറ്റി വാള് പട്ടിൽ പൊതിഞ്ഞ്, പിന്നെ വേറൊരു ഭക്തൻ കണ്ണ് കെട്ടി വെള്ളത്തിൽ ശയനപ്രദക്ഷിണം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള വഴിപാടാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ വഴിപാടൊക്കെ നടത്തി കൗണ്ടറിൽ നിന്ന് വഴിപാടും വാങ്ങി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് തീർന്നു പോയി എന്നാണ്. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ ആ സമയത്ത് നല്ല മഴ. ആ മഴയത്ത് പുറത്ത് നിന്ന് തന്നെ നനയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒതുങ്ങി മാറും. അപ്പോൾ 2 പേര് അവർ അന്നദാനം ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ടും കുറേ പേര് തിരക്കി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ മാറിയ സമയത്ത് ഞങ്ങൾ വീണ്ടും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തീർന്നു പോയി, ഇത്തിരി മുമ്പായിരുന്നെങ്കിൽ തരായിരുന്നു, തീർന്നു പോയി എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ മനസ്സോടെ തിരികെ പോരാനുള്ള ആ ഒരു സങ്കടം കാരണം മഴയും പെയ്തു. അപ്പോൾ ആ മഴ നനയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിൽ തന്നെ നിന്നു. അകത്തേക്ക് കയറി പോകുന്നതുകൊണ്ട് അവരോട് അവർ സൈഡിലിരിക്കാൻ പറഞ്ഞു. ഇത് കണ്ടിട്ടാകാം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ലേശം നേരം കൂടെ വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുമായിരിക്കുമെന്ന് ചേട്ടനോട് പറഞ്ഞു. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞു. 4 പേർക്കുള്ള ഭക്ഷണമാണെങ്കിൽ തരാം, ഇനി നിങ്ങളുടെ പുറകെ ഓരോരുത്തർ വരരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞ് ഞങ്ങളെ പോയി. അപ്പോൾ ആദ്യം വന്ന 2 പേരും ഞങ്ങളെയും കൂടെ അവർ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള മുറിയും പിന്നെ അതിൻ്റെ ഒറ്റ തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കണത്. അവർക്ക് വിശ്രമിക്കാനായിട്ട് ബെഞ്ചിട്ടിരുന്ന ബെഞ്ചിലിരുത്തി സാമ്പാറും ചോറുമായിരുന്നു. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയും. അതിൻ്റെ അന്നദാനം ആയതുകൊണ്ടായിരിക്കും അത്രയും ടേസ്റ്റ് അനുഭവപ്പെട്ടത്. നമുക്കെല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ഒന്നായിരിക്കും അതും. അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പായസം കൂടി ഞങ്ങൾക്ക് തന്നു. അതും കഴിച്ച് നിറഞ്ഞ മനസ്സോടെ ഭഗവാൻ ഒരുപാട് നന്ദിയും കൊട്ടിയൂരിലേക്ക് യാത്രയായി.
അപ്പോഴും മഴ നല്ലവണ്ണം പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയൊന്നും വകവയ്ക്കാതെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലെത്തി. അവിടെയും തൊഴുത് കഴിഞ്ഞപ്പോൾ നല്ല മഴയ്ക്ക്. പക്ഷേ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭഗവതി സന്നിധിയിൽ ചെന്ന് നമ്മൾ നാമജപമൊക്കെ നടത്തുക എന്നുള്ളത് ഭാഗ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. കാരണം അവിടെ ഇരുന്ന് കുറച്ച് നാമമൊക്കെ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ശക്തിയും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് നമുക്കത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. ഇതും കഴിഞ്ഞ് മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല. നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം 8 രൂപയാണ്. അതിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം. ഇപ്പോൾ തന്നെ സമയം 5:30 അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് തന്നെ നമ്മൾ ഓടപ്പൂവൊക്കെ വാങ്ങി മോൾക്ക് അവിടെ നിന്ന് വളയും മാലയും കമ്മലും ഒക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് നമുക്ക് ഇനി ഭഗവാൻ സമ്മതിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ നിന്ന് എല്ലാം വാങ്ങാം എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച്. അപ്പോൾ നമുക്ക് മഴയുടെ ശക്തി കുറയാനായിട്ട് ഒരിതും കാണുന്നില്ല. അപ്പം മഴ നനഞ്ഞ് തന്നെ ഞങ്ങൾ ബാഗ് സൂക്ഷിക്കാനായിട്ട് കൊടുത്തിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഫ്രഷായി തിരികെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ബസ്സൊക്കെ കുറവാണ് അങ്ങോട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും പോകുന്ന ബസ്സിലൊക്കെ നിറച്ച ആളുകളായിരുന്നു. ഞങ്ങൾക്കൊരു ട്രാൻസ്പോർട്ട് ബസ് കിട്ടി. 6:15 ആ ബസ് എടുക്കും. കൊട്ടിയൂരിൽ നിന്ന് ഞങ്ങൾ തലശ്ശേരിയിലേക്ക് പോയി. ചെല്ലുമ്പോൾ 8:10 നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. അപ്പം ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു 8:20 ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ഒതുക്കി നിർത്തിത്തരാം, നിങ്ങൾ വേഗം ഇറങ്ങി നടന്നോ, 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ പറ്റും, വേഗം സ്പീഡിൽ നടന്നാൽ മതി എന്നും പറഞ്ഞ് പുള്ളി അവിടെ ഞങ്ങൾക്ക് നിർത്തിത്തന്നു. അപ്പം ഞങ്ങൾ വേഗം സ്പീഡിൽ നടന്ന് 8:25 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞങ്ങൾ ട്രെയിൻ പോയി എന്നാണ് കരുതുന്നത്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അരമണിക്കൂർ ലേറ്റാണ്. പിന്നെ 9 മണിയാകുമ്പോഴേ ആ ട്രെയിൻ വരത്തുള്ളൂ. അങ്ങനെ അതും ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഞങ്ങളുടെ ട്രെയിൻ പോയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലായിരുന്നു. അപ്പോൾ എന്നാലും ഒരു അരമണിക്കൂർ താമസിച്ചാണ് ട്രെയിൻ 9 മണിയായപ്പോൾ എത്തി. ഞങ്ങൾ ട്രെയിൻ കയറി. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കാറില്ല. കാരണം നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്കും ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ട്രെയിൻ യാത്രയാണെങ്കിൽ നമ്മൾ 2 ദിവസത്തേക്ക് ഫുഡ് തയ്യാറാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഫുഡ് അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ട്രെയിനിൽ വെച്ച് ഓൺലൈൻ വഴി ഫുഡ് വരുത്തിയാണ് കഴിച്ചത്. എറണാകുളം സൗത്തിൽ നമ്മൾ 3 മണിയായപ്പം നമ്മളെത്തി നമ്മുടെ യാത്ര. എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതെന്തൊക്കെയായാലും ദൈവം എനിക്ക് ഈ വർഷം സാധിച്ചെന്ന് എനിക്ക് മംഗളാക്കി തന്നു എന്നതാണ് സത്യം. കാരണം ഞാൻ 3 ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഒന്ന് വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുക, ഒന്ന് അവിടുത്തെ കുളത്തിൽ അവിടുത്തെ പുഴയിൽ മുങ്ങിക്കുളിച്ച് ഈറനെടുത്ത് കയറുക എന്നത്, മൂന്നാമത് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് ഇച്ചിരി അന്നദാനം കഴിക്കുക എന്നുള്ളത്, പിന്നെ നാമജപമൊക്കെ നടത്തി നമ്മുടെ മനസ്സ് നല്ല സന്തോഷത്തിലാണ് നമ്മൾ ഈ വൈശാഖ മഹോത്സവത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കൂട്ടത്തിൽ എൻ്റെ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും നന്ദി പറയുന്നു. അപ്പോൾ ഇനിയുള്ള നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ ട്രാവൽ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും അതുകൂടിയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് നിൽക്കുക എല്ലാവരും. അപ്പോൾ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ, താങ്ക് യു.